Okay, good afternoon dear students. നമുക്കിനി അടുത്ത ചാപ്റ്റർ റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ ദ പ്രഡിക്ഷൻ ഓഫ് ദ unknown value of one variable from the known value of the other variable. അതായത് കുറച്ച് വേരിയബിൾസ് നമുക്ക് തന്നിട്ടുണ്ടാവും, 2 വേരിയബിൾസ് 3 വേരിയബിൾസ് ഒക്കെ നമുക്ക് തരും. ആ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാത്ത വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ അൺനോൺ വാല്യൂ, നമുക്കറിയാത്ത വാല്യൂ എത്രയെന്നുള്ളതാണ് കണ്ടെത്തുന്നതാണത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ജനറലി ഇത് ഉപയോഗിക്കുന്ന ഇങ്ങനെ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിലെ അൺപ്രഡിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ദാറ്റ് ആർ റിലേറ്റഡ്. 2 അതിൽ കൂടുതലോ ആയിട്ടുള്ള വേരിയബിൾസ് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആവറേജ് റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ റിഗ്രഷൻ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ ദ പ്രഡിക്ഷൻ ഓഫ് ദ അൺനോൺ വാല്യൂ. കണ്ടോ, എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ അത് കണ്ടെത്തുകയാണ്. അൺനോൺ വാല്യൂ കണ്ടെത്തുകയാണ് ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ അൺനോൺ വാല്യൂ നമ്മൾ കണ്ടെത്തുകയാണ്. ഫ്രം ദ നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ, മറ്റു വേരിയബിൾസിൻ്റെ നോൺ വാല്യൂസ് വെച്ചിട്ട് മറ്റൊരു വേരിയബിളിൻ്റെ അൺനോൺ വാല്യൂ കണ്ടെത്തുന്നതാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ ദ വേർഡ്സ് ഓഫ് M.M. Blair, regression analysis is the mathematical measure of the average relationship between 2 or more variables in terms of the original units of the data. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് 2 വേരിയബിൾസിൻ്റെ ആവറേജ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതാണിത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ കോമൺലി 2 വേരിയബിൾസാണ് ഈ റിഗ്രഷൻ സ്റ്റഡിയിൽ നമുക്കുണ്ടാവുക. അതാണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ദർ ആർ 2 വേരിയബിൾസ് ഇൻ ദ റിഗ്രഷൻ അനാലിസിസ്, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ലെറ്റ് us see what is this. In regression analysis there are 2 types of variables. Okay, the variables whose value is influenced or is to be predicted is called dependent variable. നമ്മൾ എന്ത് വാല്യൂ ആണോ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഏത് വാല്യൂ ആണോ പ്രഡിക്റ്റ് ചെയ്ത് കണ്ടെത്തുന്നത്, ഏത് വേരിയബിൾസിൻ്റെ വാല്യൂ ആണോ പ്രഡിക്റ്റ് ചെയ്ത് കണ്ടെത്തുന്നത്, ആ വേരിയബിൾസിനാണ് എന്ത് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസസ് ദ വാല്യൂ ഓർ ഈസ് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി നമ്മൾ ഈ അൺനോൺ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ പ്രഡിക്റ്റ് ചെയ്ത് കണ്ടെത്തും, ആ കണ്ടെത്തുന്ന വാല്യൂ ആണ് ഡിപ്പെൻഡൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ വാല്യൂനെയാണ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ വേരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇക്വേഷനിലൂടെ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിലൂടെ നമ്മൾ കണ്ടെത്തുന്ന വാല്യൂ ആണെന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണിത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്നറിയപ്പെടും. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി എന്താണ് നോക്കാം. നമ്മൾ കോറിലേഷൻ സ്റ്റഡിയുടെ സമയത്ത് ഒരു സ്കാറ്റർ ഡയഗ്രാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്കാറ്റർ ഡയഗ്രാം ഉണ്ടായിരിക്കും, ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും. ആ ഗ്രാഫിൽ നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസിൻ്റെ ഡാറ്റ എന്ത് ചെയ്യും, നമ്മൾ ആ പ്ലോട്ട് ഡോട്ട് മാർക്കായിട്ട് അടയാളപ്പെടുത്തുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഒരു സ്കാറ്റർ ഡയഗ്രാം ഉണ്ടായിരിക്കും. ആ സ്കാറ്റർ ഡയഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു തന്നിട്ടുള്ള ഡാറ്റാസൊക്കെ അടയാളപ്പെടുത്തും.
ആ ഡാറ്റാസ് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിലൂടെ ഒരു ലൈന് വരയ്ക്കും. അതിൻ്റെ ഒരു സെൻറ്ററിൽ കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനാണ് എന്ത്, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ പോയിൻറ്റ്സ് ഓഫ് ദ സ്കാറ്റർ ഡയഗ്രാം കോൺസെൻട്രേറ്റ് അറൗണ്ട് എ സ്ട്രൈറ്റ് ലൈൻ, ആ ഒരു സ്കാറ്റർ ഡയഗ്രാമിൽ വന്നിട്ടുള്ള ഈ ലൈന് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ദാറ്റ് ഈസ് ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഈസ് ദാറ്റ് ലൈൻ വിച്ച് ഈസ് ക്ലോസർ ടു ദ പോയിൻറ്റ്സ് ഓഫ് ദ സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഈ സ്കാറ്റർ ഡയഗ്രാമിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വരയ്ക്കുന്നത്. ആ വരച്ചതിന് ശേഷം ആ ഒരു റിഗ്രഷൻ ലൈനും അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വാല്യൂസും കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദെൻ പറയുന്നത് ദ ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് റിഗ്രഷൻ ലൈൻ. സോ എ റിഗ്രഷൻ ലൈൻ ഈസ് എ ഗ്രാഫിക് ടെക്നിക് ടു ഷോ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. കണ്ടോ, അപ്പോൾ റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഗ്രാഫിക് ടെക്നിക്സ് ആണ്. ഇറ്റ് ഷോസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഇത് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഷോസ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ അതാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻസ് ആണ്. ഈ റിഗ്രഷൻ ലൈൻസ് ഡ്രോ ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. There are commonly two methods for drawing regression lines. First one is freehand curve method and the second one the method of least squares. അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡുകളാണ് ഈ ഒരു റിഗ്രഷൻ ലൈന് ഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡാണ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഈ മെത്തേഡിൽ പറയുന്നത് ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും. ആ ഒരു ഗ്രാഫിൽ ഡാറ്റ ഒക്കെ പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിൽ ഡാറ്റ പ്ലോട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇതുണ്ടോ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് ടേക്കൺ അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ അലോങ് ദ വെർട്ടിക്കൽ ആക്സിസ്. ആ ഒരു ഗ്രാഫിൽ ഡാറ്റ മാർക്ക് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താ ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ആക്സിസിലും നമ്മൾ ഡിനോട്ട് ചെയ്യും. വെർട്ടിക്കൽ ആക്സിസിൽ എന്താ ചെയ്യുന്നത്, ഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്രാഫിലൊക്കെ എല്ലാ വാല്യൂസും നമ്മൾ അടയാളപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ എവിടെയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശ അളവിൽ എന്ത് ചെയ്യും, ഒരു റിഗ്രഷൻ ലൈന് ഡ്രോ ചെയ്യും. ആ ഒരു മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഇവിടെ പ്രൈസ് 5, 10 എന്നൊക്കെ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്തു, ഇത് രണ്ട് വേരിയബിൾസ് ആണല്ലേ, ഒന്ന് ഡിപ്പെൻഡൻ്റ് ആണ്, മറ്റേത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇത് രണ്ടും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസിലും വെർട്ടിക്കൽ ആക്സിസിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തന്നിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 5ൻ്റെ അവിടെ 60 പ്ലോട്ട് ചെയ്തു, 10 72 പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡാറ്റാസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റയുടെ സെൻട്രലാകുന്ന വിധത്തിൽ എന്ത് ചെയ്യണം, ഒരു റിഗ്രഷൻ ലൈന് സ്റ്റാറ്റിസ്റ്റീഷ്യൻ അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രീ ഹാൻഡ് കർവ് വരച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രീ ഹാൻഡ് റിഗ്രഷൻ ലൈനിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റീഷ്യൻ അയാൾ നിഗമനത്തിലെത്തുന്നത്. അതായത് ഈ ഡാറ്റ ഈ ഒരു ഏരിയകൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഈ ഒരു റിഗ്രഷൻ ലൈനും ഈ തന്നിട്ടുള്ള വാല്യൂസിൻ്റെയും ഒരു ഏരിയകൾ തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അങ്ങനെയാണ് അയാൾ ആ സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്ത് ചെയ്യുന്നത്, ആ രണ്ട് വേരിയബിൾസിൻ്റെയും ഫങ്ഷണൽ അല്ലെങ്കിൽ ആവറേജ് റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നത്. ഈ ഒരു മെത്തേഡാണിത് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, there is no formula or statistical criterion whereby the adequacy of such a line can be judged and it all depends on the judgment of the statistician. കണ്ടോ, ഇവിടെ പ്രത്യേക ഈ ഒരു റിഗ്രഷൻ ലൈനെ വരയ്ക്കാൻ പ്രത്യേക ഫോർമുലയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഏകദേശ ജഡ്ജ്മെൻറ്റ് പ്രകാരമാണ് ആ ഒരു റിഗ്രഷൻ ലൈന് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാറ്റിസ്റ്റീഷ്യൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളൊരു കെയർ ഉണ്ടായിരിക്കണം.
എന്നിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റിഗ്രഷൻ ലൈന് ഡ്രോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡാറ്റകൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ റിഗ്രഷൻ ലൈൻ വരയ്ക്കുന്നതിനാണ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള മെത്തേഡ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. മെത്തേഡ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ കർവ് ഫിറ്റിംഗ് എന്ന് പറയും. ഇവിടെ നമ്മൾ റിഗ്രഷൻ ലൈൻ വരയ്ക്കുന്നത് ബൈ അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഈ ഒരു കേസിൽ റിഗ്രഷൻ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് the principles of least squares is that principle which states that the line of best fit should be drawn in such a manner that the sum of the squares of differences between the known values of the dependent variable and the corresponding values of it obtained from the line of best fit should be the least. ഇതിൽ പറയുന്നത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ നോൺ വാല്യൂസ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ നോൺ വാല്യൂസിൻ്റെയും അതുപോലെ തന്നെ ആൻഡ് ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ഇറ്റ് ഒബ്റ്റൈൻഡ്, അത് ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ വാല്യൂസ് നോൺ വാല്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള, ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആ വാല്യൂസിൻ്റെയും ഡിഫറൻസസ്, സ്ക്വയറിൻ്റെ ഡിഫറൻസസ് ആയിരിക്കും എന്ത് ആ ഒരു ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിൻ്റെ ലീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിൽ രണ്ട് റിഗ്രഷൻ ലൈനാണ് വരുന്നത്. ദർ ആർ ടു റിഗ്രഷൻ ലൈൻസ് ഇൻ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ദ റിഗ്രഷൻ ഇക്വേഷൻ, അതിന് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് ഉണ്ട്, അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ഉണ്ട്. Regression equations are the equations of the regression lines. Regression equation is a mathematical relation between the dependent and independent variable. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നത്. ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനാണിത് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ there are commonly two regression equations y on x and regression equations x on y ആണുള്ളത്. ഓക്കെ, അവിടെ പറയുന്നുണ്ട് while estimating or predicting the value of y for any given value of x we take y as dependent variable and x as independent variable. നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഇവിടെ വൈനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആക്കും, എക്സിൻ്റെ വാല്യൂസിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് കിട്ടും. അതുപോലെ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്, എക്സിൻ്റെ വാല്യൂസ് ആണ് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ് നമ്മൾ ഉപയോഗിക്കുക. അവിടെ എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും വൈ എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസിനെയും കാണാൻ വേണ്ടി നമുക്കൊരു കോമൺ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഉണ്ട്. അതാണ് ഇത്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ് ഉണ്ട്, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ഉണ്ട്. ഓക്കെ, റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് കണ്ടെത്താനുള്ള ഒരു ഫോർമുലയാണ് y മൈനസ് വൈ ബാർ ഈക്വൽ ടു by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത്. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ കണ്ടെത്താനുള്ളതാണിത് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു bxy ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇനി by(x)ഉം bxy കണ്ടെത്താനുള്ള ഇക്വേഷനാണ് താഴെ തന്നിട്ടുള്ളത്. നമുക്ക് by(x) കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അതുപോലെ bxy കണ്ടെത്താനുള്ളതാണ് n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ പറയുന്നത്. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൈ, വൈൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വൈ, വൈൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി യൂസ് ദ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാനുള്ളത്. ഓക്കെ.